കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ ദീപക്ക് നിങ്ങൾക്ക് എന്താ പറയാ? നട്ടപ്പാറ ഈ വെയിലത്ത് നടക്കുമ്പോഴേ ചെറിയ നാരങ്ങ വെള്ളം അടിച്ചാലോന്നുണ്ട് ഉണ്ട്, പക്ഷെ അവിടെ കയറാൻ പറ്റില്ല. ഇന്ന് തൃശ്ശൂർ മൊത്തം മുടക്കാട്ടാ. അപ്പൊ ആരും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മള് ബസ്സിലാണ് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കണേ. കാഞ്ഞാണി കഴിഞ്ഞിട്ടുണ്ട്. കൂടെ ദീപക് ബസ്സിലെ വൈബ് നമ്മൾ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. ശക്തന്റെ മണ്ണിൽ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, അത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ്. എവിടെ പറഞ്ഞ ആവശ്യമില്ല, തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുള്ളതാണ്. യെസ്, നമ്മ തൃശ്ശൂരായിട്ട് തൃശ്ശൂർ പൂരത്തിന് വന്നില്ലേ? മോശമല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ? നട്ടപ്പാറ ഈ വെയിലത്ത് നടക്കുമ്പോഴേ ചെറിയ നാരങ്ങ വെള്ളം അടിച്ചാലോന്നുണ്ട് ഉണ്ട്, പക്ഷെ അവിടെ കയറാൻ പറ്റില്ല. ഇന്ന് തൃശ്ശൂർ മൊത്തം മുടക്കാട്ടാ. അപ്പൊ ആരും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. എല്ലാവരും ബോട്ടിലാക്കിയിട്ട് പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് പോകുന്നു കേട്ടാ. അപ്പൊ നമ്മ തൃശ്ശൂരത്തെ ഫുള്ള് വിശേഷങ്ങളാണെന്ന് കാണാൻ പോകുന്നത്. നല്ല വെയില് 12 മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അതെ, അപ്പൊ തൃശ്ശൂർ ആരാണ്? അതെ വണ്ടിക്ക് നമ്മ കയറുന്നുണ്ടാ. ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം. ഒരു സെൽഫി എടുക്കാം. ആയിക്കോട്ടെ. ഓക്കെ, കപ്പടേ വണ്ടിയുണ്ട് വെക്കില്ലേ? അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടിയായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും വീണ്ടും. തൃശ്ശൂർ സിറ്റി പോലീസ് പൊതുജനങ്ങളുടെ അറിവുകൾക്കായി നൽകുന്ന അറിയിപ്പ്. പരിപാടി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താ ചെയ്യാ പിള്ളേര്? നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടാറുണ്ടോ? പരിപാടി കേട്ടത് ഇല്ല. തുണിയാണ് തുണി മേടിക്കാനുള്ള നേരത്ത് ആൾക്കാർ നോക്കി മൊത്തം നോക്കി കേട്ടാ. ഫുൾ ആൾക്കാരെ നോക്കി നമ്മ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ വടക്കുന്നാഥിനെ മുന്നിൽ നിന്നിട്ട് ഈ വിഷലെടുത്തില്ലെങ്കിൽ പൂരത്തിന്റെ അന്ന് ഭയങ്കര മോശമാവും. അപ്പൊ നമ്മ വടക്കുന്നാഥിന്റെ മുന്നിലാണ്. അപ്പൊ ആ വിഷല് കാണിച്ചത് ഇന്ന് കണ്ടോട്ടാ. മറ്റിടയിലേ ഒന്നുമുള്ള അതൊക്കെ. കാന്താ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. ഇവിടെ നിന്ന് കാണാൻ പോണത് 4-5 ആൾക്കാരല്ല, ലക്ഷങ്ങള്. പൊളിക്കല പൂരം പൊളിക്കല പൊളിക്കുന്നത് അല്ല. അത് കോഴിക്കോട്ടിന്റെ മറ്റേ ഡെലിവറി
മലയാളിയിലൊക്കെ പൊളിച്ചെടുക്കാം ഓക്കെ പൊളിച്ചെടുക്കല്ലേ. ആരൊക്കെ അപ്പൊ നമ്മ വടക്കുന്നാലിന്റെ ഉള്ളിൽ കയറിക്കാണ് അമ്പലത്തിനുള്ളില്. അപ്പൊ അമ്പലത്തിനുള്ളിൽ വിഷയം നമ്മൾ കാണാൻ പോകുന്നത് എന്താ പറയാനുള്ളത് അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു ടൈമിലെ വിഷ്വൽസ് എന്ന് വെച്ചാൽ അധികം ആൾക്കാർ കാണാൻ പറ്റില്ല. നോർമലി ഞങ്ങളെ കാണാൻ പറ്റില്ല കാരണം ആ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ. അതെ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വിഷ്വൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് തൃശ്ശൂര് ഉള്ളിലത്തെ പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ്, അട്ടപ്പാര വെയിലാണ്. വെയിലത്ത് ഇങ്ങനെ നടക്കണം ആഹാരം എന്ന് പറഞ്ഞാലേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല തൃശ്ശൂർക്കാർക്ക് മാത്രം കിട്ടില്ല. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ ആൾക്കാർ നോക്കണ്ട് എന്നിട്ട് ഈ പ്രാന്തമാര് വെയിലത്തിടക്കണ നോക്കി. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. ഞങ്ങൾ മാത്രല്ല 10,000-കണക്കിന് ബ്ലോഗേഴ്സാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ വ്ളോഗായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ തൃശ്ശൂരല്ല മോശം. നമ്മള് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ മോശമാണ്. അതാണ് ഉള്ളിലെ വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ടത്. ഈശ്വര നല്ല ചൂടും വെയിലാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ സെറ്റായിട്ട് നമ്മളൊരു തണൽമാരി നിൽക്കുകയാണ്. പറയാനൊക്കെ പറയും. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കൂടെ ഒന്ന് 49 പേരെ കാണാനില്ല. എനിക്ക് മാത്രം ഇഷ്ടപ്പെടലേ. ആ രക്ഷപ്പെട്ട ഞങ്ങളുടെ അതൊന്നുമല്ല. നാരങ്ങ വെള്ളം അടിച്ചാലോ നാരങ്ങൾ അടിച്ചാലോ നാരങ്ങൾ അടിക്കണമെങ്കിൽ തൃശ്ശൂർ സിറ്റി വിട്ട് പുറത്തേക്കോണം. ഇവിടെ രക്ഷയില്ല. അത് അതിന്റെ വിഷമത്തിൽ വെക്കണത്. അന്നൊരു കാര്യം ചെയ്യാം. നാരങ്ങൾ അടിക്കാൻ വേണ്ടി സജ്ജീകരണം ചെയ്യാം. അപ്പൊ നമ്മുടെ ലൈഫ് വന്നു. അപ്പൊ നമ്മൾ തൃശ്ശൂർ പൂരത്തിൽ